നടനും DMK നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കോളിവുഡിലെ പുരട്ചി തലവരിൽ നിന്നും തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ക്യാപ്റ്റനായി നിറഞ്ഞു നിൽക്കുകയാണ് അന്ത്യം. അരങ്ങൊഴിഞ്ഞെങ്കിലും ദേശദ്രോഹ ശക്തികൾക്കെതിരെയുള്ള ക്യാപ്റ്റന്റെ ശക്തമായ നിലപാടുകൾ തമിഴകത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. കോളിവുഡിലെ സൂപ്പർ താരങ്ങളെ പോലും വിസ്മയിപ്പിച്ച ത്രസിപ്പിച്ച കടന്നുവരവായിരുന്നു നടൻ വിജയകാന്തിൻ്റെത്. 1952 ഓഗസ്റ്റ് 25 മധുരയിലാണ് വിജയരാജ് അളഗർ സ്വാമി എന്ന വിജയകാന്തിന്റെ ജനനം. 70കളുടെ അവസാനത്തിലായിരുന്നു സിനിമയിലേക്കുള്ള കടന്നുവരവ്. 1979 എനിക്കും ഇളമയാണ് ആദ്യ ചിത്രം. ദേശസ്നേഹത്തിന്റെ കഥ പറഞ്ഞ സിനിമകളിൽ പോലീസായും സൈനികനായും മാസ് ഹീറോയിസത്തോടെ വിജയകാന്തിലെ അഭിനയ പ്രതിഭ തമിഴകത്തിന്റെ മനസ്സിൽ ഇടം നേടി. രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങിയവർക്കൊപ്പം സൂപ്പർ താരം എന്ന വിശേഷണത്തിലേക്കുള്ള ഉയർച്ചയും അതിവേഗത്തിലായിരുന്നു. ിലും 90കളിലും പുറത്തിറങ്ങിയ സിനിമകളിലൂടെ കോളിവുഡിലെ ആക്ഷൻ ഐക്കണായി മാറി. 1991 പുറത്തിറങ്ങിയ 100ാമത്തെ ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരന് ശേഷമാണ് ക്യാപ്റ്റൻ എന്ന വിശേഷണം താരത്തിന് ലഭിച്ചത്. കൂലിയേക്കർ, വീരൻ വേലുത്തമ്പി, നിனைவே ഒരു സംഗീതം, സട്രം ഒരു വിളയാട്ട, ഉഴവൻ മകൻ തുടങ്ങിയവയാണ് ഹിറ്റ് ചിത്രങ്ങൾ. സെന്തൂരപ്പൂവിയിൽ വിജയകാന്തിന് മികച്ച നടനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ആക്ഷൻ സിനിമകൾക്ക് പിന്നാലെ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന സിനിമകളിലൂടെ ആരാധകർ നായകനിൽ നിന്നും തലൈവനായി വിജയകാന്തിനെ വാഴ്ത്തി. തുടർന്നായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്. DMK ആശയങ്ങളെ ശക്തമായി വിമർശിച്ച വിജയകാന്ത് 2005 സെപ്റ്റംബർ 14 ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം രൂപീകരിച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MLA ആയി. 2011 തെരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി സഖ്യമുണ്ടാക്കുകയും ഋഷിവന്ധ്യ മണ്ഡലത്തിൽ നിന്ന് രണ്ടാമതും MLA ആയി. പിന്നീട് നിയമസഭയിൽ ജയലളിതയുമായി ഉണ്ടായ ഭിന്നതയോടെ വിജയകാന്ത് AIADMKയിൽ നിന്ന് വേർപിരിഞ്ഞു. തുടർന്ന് BJPയുമായി സഖ്യമുണ്ടാക്കി. NDA നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ തന്റെ നല്ല സുഹൃത്തെന്ന് പരാമർശിക്കുകയും ചെയ്തിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും പിന്നീട് രാഷ്ട്രീയത്തിൽ ശക്തമായ നിലപാടുകളിലൂടെ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അടുത്തിടെയുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു വിജയകാന്ത്. കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോഴും വിജയകാന്ത് മുറുകെ പിടിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തമിഴക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായമായി നിലകൊള്ളും. ന്യൂസ് ഡെസ്ക്, ജനം.